ഓരോ സമ്മേളനത്തിൽ നമ്മൾ ചെല്ലത്തില്ലേ, അവിടെ വെച്ച് കിട്ടുന്ന പ്രസൻറ്റേഷനുകളും അവാർഡുകളും ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ച് പൊന്നാല ഇടുക. അതെനിക്ക് ഒരുപാട് തലമുടിയൊക്കെ ഉണ്ട്. ഇത് സിനിമാ താരങ്ങളുടെ ആദ്യത്തെ സഹകരണ സംഘം ഉണ്ടാണ് കൊച്ചിയിലെ ആദ്യത്തെ സഹകരണ സംഘം. പാർലമെന്റിൽ ആരെങ്കിലും പ്രസംഗം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പാർലമെന്റിൽ ആര് പ്രസംഗിക്കുന്നതും മലയാളി ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോഴത്തെ ദേശീയപാത വികസനത്തിലും വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്. ഇതിൻ്റെ തുടക്കകാലത്ത് ഏതാണ്ട് 20 മുകളിൽ തവണ നിതിൻ ഗഡ്കരി സാറിനെ കാണുകയും ഇതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. സാർ ഇപ്പം ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ അലൈൻമെൻറ്റിൽ ത്രൂ ഔട്ട് പരാതികളുണ്ട്. ഇത് ശരിക്കും മതിൽ കിട്ടി, അടിപ്പാതകൾ വേണ്ടിടത്ത് അടിപ്പാതകൾ കൊടുക്കാതെ, ശരിക്കും എന്തുകൊണ്ടാണ് സാർ ഗവൺമെൻറ് അല്ല ഇതാ ദേശീയപാത അതിശക്തമായി ഇവിടുത്തെ പ്രതിപക്ഷം അനങ്ങുന്നില്ലല്ലോ, ഇവിടുത്തെ പ്രതിപക്ഷം. അല്ലേ, ഈ രാഹുൽ ഗാന്ധിക്ക് എന്താ ജോലി? അയാൾക്ക് ഉന്നയിച്ചൂടെ? കേരളത്തിൽ നിന്നല്ല ജയിച്ചു പോയേക്കുന്നത്. അയാളൊരു സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ടോ പാർലമെൻറ്റിൽ ദേശീയപാതയെ പറ്റി? ഇല്ലല്ലോ. ഈ ഈ ഈ ഈ എന്താന്നാ അയാളുടെ സഹോദരി ഉണ്ടല്ലോ MP, ഇവർ ഉന്നയിച്ചിട്ടുണ്ടോ? ഇവരുണ്ട്. രമേശ് ചെന്നിത്തല രാവിലെ എന്നെ വിളിച്ചു. പുള്ളി ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടക്കുമായിരുന്നു. ഉദ്ഘാടനത്തിന് 6 മണിക്ക് എന്നെ വിളിച്ചായിരുന്നു ഇന്നലെ. എനിക്ക് 6 മണിക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ നന്നായിരുന്നു. അതിനെ അനുകൂലിച്ചുകൊണ്ട് പിണറായി വിജയനും ഒരു ഇതൊക്കെ തന്നെ ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട്. GS എവിടെയെങ്കിലും ഫേസ്ബുക്കിൽ ഒരു വലിയ ഞാൻ പറഞ്ഞ ഞാൻ ടീച്ചേഴ്സ് അയച്ചു ഞാൻ ഇടാമെന്ന് പറഞ്ഞു. ദേശാഭിമാനി കൊടുത്തിട്ടേ ഇല്ല ഇന്ന് ഒരു വാർത്ത, പ്രധാന വാർത്തയല്ലേ, കൊടുത്തില്ല. ഇതൊക്കെ ഇവിടെ നടക്കുന്ന ഇതാണ്. ഇടതുപക്ഷ പത്രം പോലും കൊടുക്കുന്നില്ല. അങ്ങനെ കള്ളൻ ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞതാണല്ലോ നിങ്ങളുടെ ഭക്തി ലോകം. പൈസയാണല്ലോ ഒരു പ്രധാനം. ഗുരുവായൂരപ്പനെ തൊഴുതില്ല ദേവസ്വം മന്ത്രി, അവിടെ രാജിവെക്കണം. അടിയന്തര പ്രമേയം. നിങ്ങൾക്കെന്താ ഇത്ര വലിയൊരു ആവേശം ഗുരുവായൂരപ്പനെ പറ്റി? ഇപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ട്, നിങ്ങൾ തൊഴുവോ? നിങ്ങൾ പള്ളിയിലല്ലേ ഗുരുവായൂർ പോവോ? നിങ്ങൾക്ക് നാണമില്ല ഇത് പറയാം. മാധ്യമങ്ങൾക്കൊന്നും അത് പ്രശ്നമില്ല. ഇവിടെ 9 വർഷമായിട്ട് പിണറായി ഗവൺമെൻറ് പരാജയമാണെന്ന് UDF അങ്ങ് പറയുകയാണ്. പിന്നെ ഈ റോഡൊക്കെയോ ഈ പാലങ്ങളോ? മന്ത്രിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഈ ഉദ്യോഗ തലങ്ങളിലെ അഴിമതിക്കെതിരെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയും നന്നായി സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. പൊതുവെ ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരുമായിട്ടൊക്കെ സംവദിക്കുമ്പോൾ അവർ പറയുന്നത് ഏത് ഗവേണൻസിനും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഒരു ചട്ടക്കൂടിൽ അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ ഉണ്ടോ ഗവേണൻസിന് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി? അതെ നമ്മളത് ഏകപക്ഷീയമായിട്ട് പറയാൻ ശ്രമിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. നമ്മളത് മനസ്സിലാക്കുകയാണെങ്കിൽ ബ്യൂറോക്രസി എന്നാണ് ഇതിനെ മൊത്തത്തിൽ പറയുന്നത്. ഉദ്യോഗസ്ഥ സംവിധാനം, ഭരണകൂടത്തിന് അവിഭാജ്യമായ ഭാഗമാണ് ബ്യൂറോക്രസി ഇല്ലാതെ ഭരണകൂടത്തിൻ്റെ ഇഷ്ടാനിഷ്ടം നടപ്പിലാക്കാൻ പറ്റില്ല. ഭരണകൂടം എന്താ? ഇന്ത്യൻ ഭരണകൂടം ഭരണമല്ല. ഭരണകൂടവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റേറ്റ് എന്താണ്? അതാണ് കുത്തക മുതലാളിത്തം നയിക്കുന്നു, ഫ്യൂഡലിസ്റ്റ് പങ്കാളിത്തമുണ്ട്, സാമ്രാജ്യത്വവുമായി സഹകരിച്ചു. ഇതാണ് ഇന്ത്യൻ ഭരണകൂടം. ആ ഭരണകൂടത്തിനകത്തുള്ള സംവിധാനങ്ങളാണ് ജുഡീഷ്യറി, പിന്നെ പട്ടാളം, പോലീസ്, നിയമസഭ, പാർലമെൻറ്റ്, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അതിലിപ്പോൾ നമ്മുടെ പിന്നെ പാർലമെൻ്ററി സിസ്റ്റം, നിയമസഭയോ പാർലമെൻറ്റോ എടുത്ത് അവിടെ എലക്ട് ചെയ്യപ്പെട്ടു പോകുന്നു. ഭരണഘടനാപരമായിട്ടുള്ള റെഗുലേഷൻസ് പ്രകാരമാണ്. ഭരണഘടനയിലുള്ള റെഗുലേഷൻ പ്രകാരം പ്രത്യേക നിയമങ്ങൾ പാർലമെൻറ്റും നിയമസഭയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത്. പക്ഷേ അവിടെ ഭൂരിപക്ഷം വരുന്ന വിഭാഗം എപ്പോഴും ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവരാണ്. ഇന്ത്യയുടെ കാര്യം പറയുക, ഭരണകൂടത്തെ പിന്തുണയ്ക്കാത്ത ഒരു പ്രസ്ഥാനം ഇവിടെ അധികാരത്തിൽ വന്നിട്ടില്ല ഇതുവരെ.
ഭരണകൂടത്തെ പൂർണ്ണമായും നിരാകരിച്ചു. ഈ ഭരണകൂടം തന്നെ മാറ്റിമറിച്ച് സോഷ്യലിസ്റ്റ് ഭരണകൂടം കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരേ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്. അത് രണ്ട് CPM-ൻ്റെയും CPI-യുടെയും രണ്ട് പാർട്ടിയുടെയും പരിപാടിയിൽ ഇപ്പോഴും മാറ്റമില്ല. CPM അത് 64-ൽ രണ്ടായി മാറിയതിന് ശേഷം ഒന്നുകൂടെ ഷാർപ്പാക്കി കുറേ കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. CPI ഒന്നായിരുന്ന പാർട്ടി അത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അതിൻ്റെ കോമ്പിനേഷനെ കുറച്ച് വ്യത്യാസം പറഞ്ഞാൽ എല്ലാം സെയിം ഒന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ രാജ്യത്ത് നമ്മൾ ഇങ്ങനൊരു ഭരണകൂടത്തിൻ്റെ കീഴിലാണ് ഈ പാർലമെൻറ്റ് ഇരിക്കുന്നത്. പാർലമെൻറ്റിനെ എന്ത് തീരുമാനിച്ചാലും നിയമസഭ എന്ത് തീരുമാനിച്ചാലും നിയമസഭയെയും ഗവൺമെൻറ്റിനെയും പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റിന് കൊടുത്തിരിക്കുക. 356 വകുപ്പ് ഇവിടെ പിരിച്ചുവിട്ടു 59-ൽ. ഇവിടെ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഒരുപാട് പ്രതിപക്ഷ ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ടു. കോൺഗ്രസ് പിരിച്ചുവിട്ടു. NT രാമാറാവിൻ്റെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടിരിക്കാൻ അവിടെ സമരം ചെയ്ത് തിരിച്ചു വന്നു. ഇങ്ങനെ എലക്ട് ചെയ്യപ്പെട്ട ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാം, മന്ത്രിസഭയെ ഡിസ്മിസ് ചെയ്യാം. അപ്പോൾ ലിമിറ്റഡ് പവറാണ്, ആബ്സലൂട്ട് പവർ ഇല്ല. പാർലമെൻറ്റിനും നിയമസഭയ്ക്കൊന്നും ആബ്സലൂട്ട് പവർ ഇല്ല, ലിമിറ്റഡ് പവറേ ഉള്ളൂ. ഭരണഘടന പറയുന്ന അത്ര അവകാശങ്ങൾ പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല. നിയമസഭാ സാമാജികനായിട്ടോ പാർലമെൻറ്റ് മെമ്പറായിട്ടോ പോകുന്ന ആൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് വായിച്ച് കുറച്ച് മനസ്സിലാക്കിയ കൊണ്ട് മാത്രം പോരാ, പുസ്തക പുഴുവായാൽ പോരാ. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഈ നിയമപുസ്തകങ്ങളും പഠിച്ച് ഭരണഘടനാ പുസ്തകങ്ങളും പഠിച്ച് ഭംഗിയായിട്ട് ഉയർന്നു വരികയാണെങ്കിൽ ഒന്നാം തരം പാർലമെൻറ്റേറിയനായിരിക്കും. അതേസമയം ജനങ്ങളുടെ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കും. അങ്ങനെയൊക്കെയുള്ളൊരു കുറവല്ലേ, എണ്ണത്തിൽ കുറവല്ലേ. നിങ്ങൾക്ക് അറിയാവുന്നവർ എത്ര പേരുണ്ട് ഇപ്പോൾ പാർലമെൻറ്റിൽ? ഒരു നല്ല പ്രസംഗം നടത്താത്തവർക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റിൽ ആരെങ്കിലും പ്രസംഗം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പാർലമെൻറ്റിൽ ആര് പ്രസംഗിക്കുന്നതും മലയാളി ശ്രദ്ധിക്കുന്നില്ല. പ്രേമേന്ദ്രൻ്റെ ചില ചോദ്യങ്ങളും ചില സംസാരങ്ങളൊക്കെ ആൾ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അപൂർവം പേരുടെ എത്ര പേരെ ശ്രദ്ധിക്കുന്നു? ബ്രിട്ടാസ് രാജ്യസഭയിൽ ബ്രിട്ടാസൊക്കെ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളർന്നു വന്ന ആളല്ലല്ലോ, താഴെയൊന്നും പ്രവർത്തിച്ച് വളർന്നു വന്ന ആളല്ലല്ലോ ബ്രിട്ടാസ്. അദ്ദേഹം ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ് ആയിരുന്നു ഡൽഹിയിൽ. അവിടുന്ന് കൈരളിയിലേക്ക് വന്നു ഇല്ലേ? ഇടയ്ക്ക് കൈരളി കളഞ്ഞിട്ട് പോയില്ലേ? അതിനാ പോയി? കമ്മിറ്റഡ് കമ്മ്യൂണിസ്റ്റാണെങ്കിൽ പോവോ? ഞങ്ങളാരും പോയില്ലേ ഇത്രയും കാലമായിട്ട്? 20 വർഷം കോളേജിൽ പഠിച്ചു. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് LLB ഉള്ളവരാണ്. ഞാനൊരു ജോലിക്കും പോകുന്ന എൻ്റെ വീട് എത്ര പാവപ്പെട്ട വീടായിരുന്നു. പുരയിടം വരെ എഴുതി വെച്ച അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. ഒന്നും ഞങ്ങൾ തിരിച്ചു കൊടുത്തില്ല. മനസ്സിലായില്ലേ? ഞാൻ മന്ത്രിയായത് കാണാൻ പോലും അച്ഛൻ നിന്നില്ല. അമ്മ കണ്ടു അത് ആദ്യത്തെ രണ്ടാമതില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചല്ല. ബ്രിട്ടാസ് ഒന്നും ആ കൂട്ടത്തിൽ വരുന്ന ആളല്ല. ഇങ്ങനെ വന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം. അവർക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം പാർട്ടി അങ്ങോട്ട് കൊടുക്കും. ആ സ്ഥാനത്തിരുന്ന് പല കാര്യങ്ങളും പറയാനും കേൾക്കാം. അതല്ല അതിനപ്പുറത്തൊന്നും ഉള്ള പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി വ്യക്തിത്വം സ്ഥാപിച്ച് കഷ്ടം അനുഭവിച്ച് അങ്ങനെ വന്നതല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇങ്ങനെയും വരാം. ബ്രിട്ടാസ് വന്ന പോലെ വന്ന ഒരുപാട് പേരുണ്ട്. ഉദാഹരണം പാർലമെൻറ്റിലെ പ്രശസ്തനായ പാർലമെൻറ്റിൽ ജ്യോതിർമയി ബാസു പുള്ളി അങ്ങനെ വന്നത് പാർലമെൻറ്റിൽ വന്നതുകൊണ്ട് മാത്രം അറിയപ്പെട്ട ആളല്ലേ. പാർലമെൻറ്റിൽ വന്നതുകൊണ്ട് അറിയപ്പെട്ടു. അടിയന്തരാവസ്ഥയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, പീഡിപ്പിച്ചു. പാർലമെൻ്ററി അല്ലാത്തൊരു ലൈഫ് അദ്ദേഹത്തിനുള്ളതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. പാർലമെൻ്ററി ലൈഫും പാർലമെൻറ്റ് ഇതര ലൈഫും ഉള്ള ആളായിരുന്നു AKG, EMS, നായനാർ, സച്ചിദാനന്ദൻ, പിണറായി വിജയൻ. വ്യത്യാസം കാണാം. PK വാസുദേവൻ, അച്യുതമേനോൻ. അത് വെറുതെ അങ്ങ് മുഖ്യമന്ത്രി ആയതല്ല, അല്ലെങ്കിൽ MP ആയതല്ല. നമ്മളിതെല്ലാം വേർതിരിച്ചറിയണം. ഈ പറയുന്ന ആളുകളും മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഈ ലിമിറ്റേഷൻ ഉണ്ട്, ഞങ്ങളെക്കാൾ കഷ്ടപ്പെട്ടവർ വേറെ ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. സാർ, നമ്മൾ പറഞ്ഞു വന്നത് ഗവേണൻസിന് ഉദ്യോഗസ്ഥരെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ അത് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. കാരണം ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് ബ്യൂറോക്രസി. ഭരണകൂടത്തെ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ ഒക്കില്ല. ഭരണത്തെ നിയന്ത്രിക്കാം. കാരണം ഭരണകൂടത്തിനകത്ത് അധികാരത്തിൽ വരുന്ന ഒരു കക്ഷിയുടെ ഭരണത്തിനാണ് ഭരണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ട്. പക്ഷേ ഭരണകൂടത്തിന് മാറ്റമില്ല. ഇവിടെ കോൺഗ്രസ് ഭരിച്ചാലും അല്ലെങ്കിൽ ജനതാദൾ ഭരിച്ചാലും BJP ഭരിച്ചാലും ഭരണകൂടത്തിന് യാതൊരു മാറ്റവുമില്ല. ഭരണരീതിക്കേ ഉള്ളൂ മാറ്റം. കാരണം ഭരണകക്ഷിയുടെ നയം നടപ്പിലാക്കും. ഭരണകൂടത്തിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ ഇടതുപക്ഷക്കാർ ഇങ്ങനെ വ്യത്യാസം വരുത്താൻ പറ്റാത്ത ഒരു ഭരണകൂട മർദ്ദന വ്യവസ്ഥയിൽ എന്തിനധികാരത്തിൽ പോകുന്നു എന്ന ചോദ്യം ഉണ്ടായിരുന്നു. പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ മത്സരിക്കണം വേണ്ടാന്ന് നക്സലൈറ്റുകൾ പറഞ്ഞത് വേണ്ടാന്നല്ലേ. എന്തുകൊണ്ട് മത്സരിച്ച് ഭൂരിപക്ഷം കിട്ടിയാൽ അധികാരത്തിൽ വരികയും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ നിയമസഭയിൽ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ വേണമെന്ന് EMS അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 57 വ്യക്തമാക്കി. എന്താ പറഞ്ഞത്? ഈ ഭരണകൂട വ്യവസ്ഥയിലെ
മർദ്ദനോപകരണങ്ങളായ പോലീസ്, പട്ടാളം, ബ്യൂറോക്രസി ഇതൊക്കെ ഇല്ലേ, ഇതിൽ നിന്ന് ജനങ്ങൾക്കുണ്ടാകുന്ന ആക്രമണങ്ങളെ ഒരുപാട് തടയാൻ പറ്റും കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വന്നാൽ. അവരതിനെ പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണ്, തടയത്തേ ഉള്ളൂ. ആ ഒരു റിലീഫ് കിട്ടും. ഭരണകൂടത്തിന് മാറ്റം ഉണ്ടായിട്ടല്ല, അവൻ്റെ അടി തടയും ചില നിയമങ്ങളാലും ചില പരിഷ്കാരങ്ങളാലും. അതാണ് ആ വ്യത്യാസം. അതിനാണ് ഇടതുപക്ഷം മരണമെന്ന് പറയുന്നത്. സർ, മിനിസ്റ്ററായിരുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ഒരുപാട് സംഘർഷം അനുഭവിച്ച് ബുദ്ധിമുട്ടിൽ ഒരു തീരുമാനം എടുത്ത് എന്തെങ്കിലും ഒരു തീരുമാനത്തെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുമോ? എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? അല്ല, എനിക്കങ്ങനെ സംഘർഷമൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ ഭരണരംഗത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചെടുത്ത 99% കാര്യവും നടപ്പിലായിട്ടുണ്ട്. അങ്ങനെയുള്ളത് നമ്മൾ ആലോചിക്കത്തുള്ളൂ. മറ്റാരും ചെയ്യാത്തതും ചെയ്യാനായിട്ട് ആലോചിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്തത്. 10 വർഷം ഭരിച്ചപ്പോൾ ഏതാണ്ട് 6 വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്തില്ലേ. അതിൽ പിന്നെ മറ്റേ എക്സൈസ് മന്ത്രി കഴിഞ്ഞ ഗവൺമെൻറ് എക്സൈസ് മന്ത്രിയായിരുന്ന ടി.പി. രാമകൃഷ്ണൻ അസുഖം വന്നപ്പോൾ എക്സൈസ് വകുപ്പിൻ്റെ ചുമതല കൂടി എനിക്ക് 3 മാസക്കാലം മുഖ്യമന്ത്രി തന്നു. അതൊഴിച്ചാൽ 6 വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്തു. അതൊന്നാണ് PWD. അതിൻ്റെ സ്ഥിതിയൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. അതെങ്ങനെയാണ് മാറ്റിയെടുത്തത്. ഈ റോഡ് തന്നെ നോക്കിയാൽ മതി. ഇതൊരു വെള്ളമൊഴുകുന്ന തോടായിരുന്നു. ഇപ്പോൾ 1-ാം തരം റോഡ്. ഇവിടെ കേരളം മൊത്തം ഇതുപോലെ റോഡുകൾ നിർമ്മിച്ചു. മുമ്പാരും നിർമ്മിച്ചില്ലല്ലോ, ഒരാളും മുമ്പ് നിർമ്മിച്ചില്ല. അത് ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും അത് പ്രശ്നമല്ല. ഇവിടെ 9 വർഷമായിട്ട് പിണറായി ഗവൺമെൻറ് പരാജയമാണെന്ന് UDF അങ്ങ് പറയുകയാണ്. പിന്നെ ഈ റോഡൊക്കെയോ, ഈ പാലങ്ങളോ, ഉയർന്നു നിൽക്കുന്ന വലിയ സർക്കാർ കെട്ടിടങ്ങളോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ, ആശുപത്രികളോ, ഉള്ളതായിട്ട് പറയുക. ഒന്നും നടക്കുന്നില്ലെങ്കിൽ അതിനെപ്പറ്റി പറയുക. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ പിണറായി VS ഗവൺമെൻറ്റാണ്. അന്ന് 2015 വന്നപ്പോഴാണ് ആരും തൊടാതിരുന്ന ദേവസ്വം ദേവസ്വം വകുപ്പ് എനിക്കന്ന് ആരും തൊടാതിരുന്ന ദേവസ്വം നിയമം ഞാനങ്ങ് ഭേദഗതി ചെയ്തു. അതിന് നിലവിലുള്ള ദേവസ്വം ബോർഡിനെ ചരിത്രത്താദ്യമായി പിരിച്ചുവിട്ടു. ഞാൻ അഴിമതി കാരണം ദേവസ്വം ബോർഡിനെ ആരും പിരിച്ചുവിട്ടിട്ടില്ല. 3 പേരേ ഉള്ളൂ. രാജവാഴ്ചക്കാലത്ത് രാജാവുമായുള്ള ഒരു ഉടമ്പടിയാണ്. 3 പേരേ പാടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അത് ഞാനങ്ങ് പിരിച്ചു. കടുത്ത അഴിമതി അന്വേഷണം നടത്തി അങ്ങ് പിരിച്ചുവിടും. കോടതി കേസൊന്നും നടന്നില്ല. ഒരു സുപ്രീം കോടതി, ഹൈക്കോടതി ഒന്നും കേസ് മെയിൻറ്റെയിൻ ചെയ്യാനേ തയ്യാറായില്ല. ഇത് അഴിമതിക്കെതിരെ മിനിസ്റ്റർ എടുക്കുന്ന നിലപാടാണ്. പരാതി കൊണ്ട് അവിടെ പോയി പറയാനാണ് ഹൈക്കോടതി പറഞ്ഞത്. കോടതിക്ക് പോലും അത്രയും വിശ്വാസമായിരുന്നു. ജസ്റ്റിസ് പരിപൂർണൻ, അദ്ദേഹം ദേവസ്വങ്ങളെ അഴിമതിക്കെതിരെ പോരാടിയ ഒരു ജസ്റ്റിസായിരുന്നു. അദ്ദേഹം പൂർണ്ണ സപ്പോർട്ടായിരുന്നിരിക്കുക. VR കൃഷ്ണയ്യർ മിക്കവാറും എന്നെ വിളിച്ച് അഭിനന്ദിക്കുവാനും സൂക്ഷിക്കണം സുധാകര എന്നുകൂടി പറയും. സൂക്ഷിക്കണം, അവരെ വിശ്വസിക്കരുത്. ഞാൻ സാരമില്ല, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് പുതിയ നിയമമുണ്ട്. ആ നിയമത്തിൽ 3 പേരെന്നുള്ളത് അന്ന് രാജാവാഴ്ച കാലത്ത് കവനൻ്റ് ആയതുകൊണ്ട് 3 പേരെന്നുള്ളത് മാറ്റിയില്ല. മാറ്റിയാൽ പിന്നെ കോടതി പോയി സമയമെടുക്കും. അതിലൊരു പട്ടികജാതിക്കാരന് സംവരണം വെച്ചു. പട്ടികജാതിക്കാരനോ ട്രൈബലിന് ആദ്യമായിട്ട് ഒരു സ്ത്രീക്ക് സംവരണം വെച്ചു. 50 വയസ്സ് കഴിയണം. പിന്നെ ശബരിമല കയറാൻ 50 വയസ്സാവണം സ്ത്രീകൾക്ക്. അതുകൊണ്ട് 50 വയസ്സ് തികഞ്ഞ സ്ത്രീകൾ, അത് പുരാണ പാരായണങ്ങൾക്ക് നടത്തുന്ന അത് കഴിവുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഒരു ക്ലോസ് ചെയ്യാൻ വെച്ചു. കാരണം ആരെങ്കിലും കയറിയിരിക്കാനില്ല. പട്ടികജാതിക്ക് വെച്ച് ഒരു ജനറൽ സീറ്റ് 3 ജനറൽ സീറ്റായിരുന്നു മുമ്പ്. പണ്ട് 3 ജനറൽ കാറ്റഗറി തന്നെ വെക്കത്തുള്ളൂ. ഇത് വെച്ചതുകൊണ്ട് പിന്നെ ഒരെണ്ണേ ഉണ്ട് ജനറൽ സീറ്റ്. അപ്പോൾ അതിലൊരുപാട് നമുക്ക് വിരോധമായി. ഇടതുപക്ഷം മുന്നണിക്കകത്ത് തന്നെ വലിയ പ്രമാണിമാർ തർക്കം ഉന്നയിക്കുന്ന ഏരിയയാണ്. വിപ്ലവം നടത്താൻ പോകണം സുധാകരൻ, എന്താണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് ഭയങ്കര പോലാകുന്നത്. ഞാനൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. വിപ്ലവം നടത്താനാണല്ലോ നമ്മളോട് വന്നിരിക്കുന്നത്. പക്ഷേ വാരിക്കൊന്തം കൊണ്ട് ഇപ്പോൾ വിപ്ലവം നടത്താനൊക്കെ ഇതൊക്കെയാണ് വിപ്ലവകരമായ മാറ്റങ്ങൾ. അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. അതിന് പിന്നെ VS സപ്പോർട്ട് ചെയ്തു, പിണറായി സപ്പോർട്ട് ചെയ്തു, പാർട്ടി സെക്രട്ടറി പിണറായി മുഖ്യമന്ത്രി. ഞാനത് പാസ്സാക്കി എടുത്തു. അതാണ് ഒരു ഇതുണ്ടായത്. അതിൻ്റെ പിണറായി ഭയങ്കര പിന്തുണയാണ് ഗവൺമെൻറ് കിട്ടിയത്. ഭയങ്കര പിന്തുണ. പിന്നെ ഗുരുവായൂരെ സ്ത്രീകൾക്ക് മറ്റേ ഇത് ചുറ്റിക്കൊണ്ട് കയറാൻ സ്ത്രീകൾ സാരിക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഇട്ടുകൊണ്ട് കയറാനൊരു ഉത്തരവിറക്കി. എന്താ സിസ്റ്ററെ ഇതുപോലെയുള്ള വേഷം, ചുരിദാർ അതിനിറക്കി. അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ യാഥാസ്ഥിതികളല്ല, അതുവരെ ഇല്ലാത്ത കാര്യങ്ങളല്ലേ, ഒക്കെ നമ്മൾ മാറ്റി. പിന്നെ അഴിമതികൾ നടന്ന് ബോർഡിനെ അങ്ങ് പിരിച്ചു വിട്ടല്ലോ. അപ്പം തന്നെ പേടിച്ചു എല്ലാവരും.
പക്ഷെ ഭക്തന്മാർക്ക് പൂർണ്ണ പ്രൊട്ടക്ഷൻ കൊടുത്തു. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് സാറിന് തോന്നിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബാഹ്യ പ്രേരണകളാൽ അങ്ങനെ ഒന്നുമില്ല. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് ഉറപ്പുള്ള കാര്യം. ഇപ്പം ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുവായൂരിൽ അവിടെ ഒരു ഭക്തന്മാർക്ക് ശുദ്ധജലം കിട്ടാനൊരു വാട്ടർ ടാങ്ക് ഓപ്പൺ ചെയ്യണം. ഞാൻ പോയി ഓപ്പൺ ചെയ്തു. അമ്പലത്തിനകത്ത് മുകളിലാണ്. പ്രതിഷ്ഠയുടെ അവിടെ അല്ല, അമ്പലത്തിൽ ഒത്തിരി കെട്ടിടമില്ല, അതിന് മുകളിലാണ്. കാണിച്ച് തിരിച്ചു വന്നു. അത് ഗുരുവായൂരപ്പൻ്റെ അവിടെ വന്ന് ഞാൻ കണ്ടു അദ്ദേഹത്തെ. ഞാൻ തൊഴാനൊന്നും നിന്നില്ല. ഞാൻ ബഹുമാനപൂർവ്വം അവിടെ നിന്ന് ഞാൻ വരിക വന്നു. പിന്നെ അസംബ്ലി കൂടിയപ്പോൾ അവിടെ ഒരു അടിയന്തര പ്രമേയം. KC ജോസഫ് കോൺഗ്രസിൻ്റെ സീനിയർ മെമ്പറാണ്, നല്ലയാളാണ്. ഗുരുവായൂരപ്പനെ തൊഴുതില്ല ദേവസ്വം മന്ത്രി, അവിടെ രാജിവെക്കണം. അടിയന്തര പ്രമേയം. ഇങ്ങനെ അത് പറഞ്ഞത് തൊഴുതില്ല, ഇത് ശരിയാണോ കാണിച്ചത്, മറിച്ചതാണ്. അത് പറഞ്ഞ് ചുരുക്കങ്ങ് മാറുന്നില്ല. ഇയാൾ KC ജോസഫാണ്, ക്രിസ്ത്യനാണ്. മുസ്ലിം ലീഗിലെ രണ്ടത്താണി, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മിനിസ്റ്റർ എന്താണ് കാണിച്ചത്, എന്തുകൊണ്ട് തൊഴുതില്ല, ഗുരുവായൂരപ്പനെ തൊഴാതെ എങ്ങനെ ഇറങ്ങി വന്നു എന്നൊക്കെ പുള്ളി പറയും. ഞാൻ കുറച്ച് പേര് സംസാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ അതിന് മറുപടി പറഞ്ഞു, ഗുരുവായൂരപ്പനെ തൊഴുതില്ല എന്നുള്ളത് ശരിയാണ്. ഞാൻ തൊഴാനല്ല പോയത്, ഭക്തന്മാർക്ക് ശുദ്ധജലം കൊടുക്കാനല്ല, ഭരണഘടനാപരമായ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് പോയത്. ഭരണഘടനയിൽ ഒരിടത്തും ക്ഷേത്രങ്ങളിൽ ശുദ്ധജല വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടുത്തെ ഡേറ്റിയെ തൊഴണമെന്ന് എഴുതി വെച്ചിട്ടില്ലെന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. ഒരു ക്രിസ്ത്യാനി ആണ് മന്ത്രിയെങ്കിലും ഇത് അവിടെ പോയി തൊഴാൻ പറ്റുമോ? മുസ്ലിമാണ് തൊഴാൻ നോക്കുമോ എന്ന് ഞാൻ മുസ്ലിം ലീഗ് മെമ്പറോട് ചോദിച്ചു. അപ്പോൾ നിങ്ങളെന്തിനാണ് ഈ വിട്ടിത്തരം പറയുന്നത്? നിങ്ങൾക്കെന്താ ഇത്ര വലിയൊരു ആവേശം ഗുരുവായൂരപ്പനെ പറ്റി? ഇപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ട്, നിങ്ങൾ തൊഴുവോ? നിങ്ങൾ പള്ളിയിലല്ലേ പോകും, ഗുരുവായൂർ പോവോ? നിങ്ങൾക്ക് നാണമില്ലേ ഇത് പറയാൻ? നിങ്ങൾ ആർക്ക് വേണ്ടി വാദിക്കുന്നത്? ഇതൊന്നും സെക്കുലർ സ്റ്റേറ്റിലുള്ളതല്ല. നെഹ്റുവിനെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടുണ്ട്? വേണ്ട, മഹാത്മാഗാന്ധി ഈശ്വരവിശ്വാസിയാണ്, ക്ഷേത്രത്തിൽ തൊഴുതിട്ടില്ല. നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു കോൺഗ്രസ്സുകാരെ. നിങ്ങൾ ഇതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവിടെ നമ്മുടെ ഭക്തന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ക്ഷേത്രം കേടുപാട് കൂടാതെ നിലനിർത്തുക, അവിടെ നല്ല വെള്ളം കൊടുക്കുക, ശുദ്ധീകരണം നടത്താൻ ആവശ്യമായ ഗ്രാൻറ്റ് കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആചാരങ്ങളൊക്കെ മുറ പോലെ അങ്ങ് നടന്നോളൂ, നമ്മളതിൽ ഇടപെടുകയേ വേണ്ട. എങ്കിലും ഞാൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയി വിനീതമായി കൈ താഴേക്കിട്ട് ഞാനിങ്ങനെ നിന്ന് ഞാനവിടെ ബഹുമാനിച്ചിട്ടാണ് പോകുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനവിടെ തൊഴുതിരുന്നെങ്കിൽ ഞാനൊരു കള്ളനാണെന്ന് ഈ നാട്ടുകാർ പറയും. കാരണം അതുവരെ ഞാൻ പോകാതെ ഞാനിപ്പോൾ വലിയ ഭക്തനായി. അങ്ങനെ കള്ളൻ ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞതാണല്ലോ നിങ്ങളുടെ ഭക്തി ലോകം. പൈസയാണല്ലോ ഒരു പ്രധാനം. അത് ഞാൻ പറഞ്ഞു. തമിഴ്നാട്ടിൽ ദേവസ്വത്തിൽ നടന്ന അഴിമതിയെ പറ്റിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന അല്ലെങ്കിൽ പൂജിക്കാൻ വരുന്ന ഭക്തന്മാരുടെ മുഖത്തേക്കല്ല ഈ ശാന്തി നോക്കുന്നത്, അവരുടെ കരുത്തിലേക്കാണ്, സ്വർണ്ണാഭരണത്തിലേക്ക്. ആ പുസ്തകം വേണമെങ്കിൽ അയച്ചു തരാമെന്ന് പറഞ്ഞു, വായിച്ചു നോക്കുക. ഇതൊക്കെ ഇല്ലാതാക്കിയിട്ടാണ് അവിടെ ശുദ്ധീകരണം നടത്തിയത്. നേരത്തെ തന്നെ ദേവസ്വത്തിൽ ഇവിടെ നടന്നില്ല. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ സാറിന് പ്രത്യേകിച്ച് ഈ മതപരമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഈ വിമർശനങ്ങൾ വലിയ തോതിൽ ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ. ജനങ്ങളിൽ ഇഷ്ടപ്പെടുന്നു ഞാൻ പറയണം. സാധാരണ ഭക്തന് ഇതാണ് ഇഷ്ടം. ഇവിടെ ഈ കൊള്ളയടിക്കുന്നവരോടൊന്നും യാതൊരു ബഹുമാനമില്ല. ദൈവം എന്ന് പറയുന്ന ഈ പ്രമാണിമാരുടെ കൂടെ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ തന്നെ നമ്മളെല്ലാം കമ്മ്യൂണിസം ഉണ്ടാക്കിയത്, സോഷ്യലിസം ഉണ്ടാക്കിയത്. കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും മാത്രമല്ല, ടാഗോർ പറഞ്ഞല്ലേ സന്യാസിയോട് ഗീതാഞ്ജലിയിൽ, നിങ്ങളിങ്ങനെ കുടവണ്ടി കുംഭയൊക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പാലും തേനുമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നിട്ടൊരു കാര്യമില്ല. നിങ്ങൾ എഴുന്നേറ്റ് നാട്ടിൻപുറത്തോടെ നടക്കുക, വെയിൽ കൊള്ളുക നിങ്ങൾ. അപ്പോൾ പാറ പൊട്ടിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാം, അയാളുടെ ശരീരത്തോട് ഒഴുകുന്ന വേർപ്പിനകത്തേക്ക് നമുക്ക് ദൈവം അതിനകത്താണെന്നാണ് ടാഗോർ പറഞ്ഞത്. അത് ഈശ്വരഭക്തനായിരുന്നല്ലോ. എന്ന് വെച്ചാൽ അമ്പലങ്ങളിൽ പോയി തൊഴുന്നല്ല, അമ്പലങ്ങളിൽ പോയി തൊഴുന്നതിന് ജനങ്ങൾ ഭൂരിപക്ഷവും തൊഴുന്നവരാണ്, അല്ലെ പള്ളിയിൽ പോകും. അവരെ നമ്മൾ ബഹുമാനിക്കുന്നു. അവർക്ക് സന്തോഷം സ്നേഹമായതുകൊണ്ടല്ലേ ഞാൻ തുടർച്ചയായിട്ട് ജയിച്ചത്. അമ്പലപ്പുഴ ക്ഷേത്രമുള്ള സ്ഥലത്തു നിന്ന് ഗവൺമെൻറ് അധികാരത്തിൽ വന്നില്ലേ. വലിയ ഇതല്ല ദേവസ്വത്തിൻ്റെ ആ നിയമത്തെ സംബന്ധിച്ച് ഇപ്പോഴും ജനങ്ങൾക്ക്, ഇപ്പോൾ അന്നത്തെ പിന്തിരിപ്പന്മാർ പോലും അതൊക്കെ അവസാനിപ്പിച്ചു. അവരിപ്പോൾ അതിനൊന്നും വെറുപ്പ്, അവരും സന്തോഷിക്കുകയാണിപ്പോൾ. ഇതൊക്കെയാണ് ഒരു രീതി. നമ്മളിത് പറയാൻ കൂടെ പഠിച്ചിരിക്കണം, മറുപടി പറയാൻ. അപ്പോൾ ഞാൻ അസംബ്ലിയിൽ സംസാരിച്ചപ്പോൾ അബ്ദുൾ റഹ്മാൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലോ ജീസുദാരും തൊഴുതില്ല, നിങ്ങൾ തൊഴുവോ? മുസ്ലിം സമൂഹത്തിൽ വിഗ്രഹാരാധന ഉണ്ടോ മിസ്റ്റർ എന്ന് ഞാൻ ചോദിച്ചു. മുസ്ലിം മതത്തിൽ വിഗ്രഹാരാധന ഉണ്ടോ? ഇല്ല, നിഷിദ്ധമാണ്, ഹറാമാണ്.
നിങ്ങൾ വിഗ്രഹത്തെ തൊഴുതാൽ നിങ്ങളെ അന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കും. ഇപ്പം നിങ്ങൾ ഈ ചോദ്യം ഇവിടെ ചോദിച്ചത് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന് പാണക്കാരന് അയച്ചു കൊടുത്താൽ നിങ്ങളെ പുറത്താക്കുമോ? ഞാൻ അയച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല. അങ്ങ് ഇരുന്നു. കാരണം വിഗ്രഹാരാധന പാടില്ല അവർക്ക്. അയാൾ എന്നോട് പറയുക ഞാൻ പോയി തൊഴണമെന്ന്. മനസ്സിലായില്ലേ ഈ അല്പത്തരം? അത് ശരിക്കും മറുപടി പറഞ്ഞു. അപ്പോൾ ഞാനത് പറഞ്ഞു, അവൻ്റെ മറുപടി നന്നായിരുന്നു പറഞ്ഞു. അവനങ്ങനെ പറയുമെന്നറിയാമോ? പറയുക നാനായ അല്ല മുഖ്യമന്ത്രി അല്ലെന്ന് നാനായ എന്നോട് പറഞ്ഞു പിന്നീട് വെളി വന്നപ്പോൾ. സാറ് ഈ ഇപ്പോഴത്തെ ദേശീയപാത വികസനത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്. ഇതിൻ്റെ തുടക്കകാലത്ത് ഏതാണ്ട് 20ന് മുകളിൽ തവണ നിതിൻ ഗഡ്കരി സാറിനെ കാണുകയും ഇതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. സാർ ഇപ്പം ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ അലൈൻമെൻറ്റിൽ ത്രൂ ഔട്ട് പരാതികളുണ്ട്. ഇത് ശരിക്കും മതിൽ കെട്ടി അടിപ്പാതകൾ വേണ്ടിടത്ത് അടിപ്പാതകൾ കൊടുക്കാതെ ശരിക്കും എന്തുകൊണ്ടാണ് സാർ ഗവൺമെൻറ് അല്ല ഇതാ ദേശീയപാത ഓരോ സംസ്ഥാനത്തുള്ള ദേശീയപാതകൾ ഞങ്ങളുടെ കഴിഞ്ഞ ഗവൺമെൻറ് ഇരിക്കുന്നിടം വരെ അതാത് സ്റ്റേറ്റിലെ PWDയുടെ കൺട്രോളിലായിരുന്നു. പണം മാത്രം അവർ തരും, സ്കീമിന് അപ്രൂവൽ മാത്രം അയച്ചു കൊടുത്താൽ മതി. എല്ലാം ചെയ്യുന്നത് നമ്മുടെ PWD എഞ്ചിനീയേഴ്സാണ്. അതിന് ദേശീയപാത വിഭാഗം NH ഒരു വലിയ വിഭാഗം തന്നെ PWDയിലുണ്ട്. ചീഫ് എഞ്ചിനീയറിൻ്റെ മുതൽ താഴെ ഓവർസിയർ വരെയുണ്ട്. ഈ ഗവൺമെൻറ് വന്നപ്പോൾ അത് NH അങ്ങ് സ്വയം ഏറ്റെടുത്ത് അധികാരം കളഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നപ്പോൾ നമ്മളിതെല്ലാം പ്ലാൻ ചെയ്തു. ഞാൻ 87 റിവ്യൂ മീറ്റിംഗ് നടത്തി ദേശീയപാത വികസനത്തിന് 87. അപ്പോൾ NH നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരെല്ലാം വരും, എല്ലാ കാര്യവും തീരുമാനിച്ചു. അന്ന് ഈ അലൈൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസൊന്നും നമ്മുടെ ഇല്ല. ഇത് എത്ര 3-6 വരിയോ അല്ല സാർ, അത് ഗവൺമെന്റിന് ശരിക്കും പല ജനപ്രതിനിധികൾ പോലും പറഞ്ഞു ഇത് ഞങ്ങൾക്കറിയില്ല, ഇത് എങ്ങനെയാണ് അതിപ്പോഴല്ലേ, അന്നറിയായിരുന്നല്ലോ. അല്ല അലൈൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കത്തില്ലല്ലോ. ഇതെടുക്കാനും പിന്നെ സ്ഥലമെടുക്കാനും ഒക്കെയുള്ള കാര്യങ്ങളാണെന്ന് തീരുമാനിച്ച് അപ്പം ഗവൺമെൻറ് മാറി. ആ പ്രോജക്റ്റ് അനുസരിച്ച് നടപ്പാക്കിയപ്പോൾ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പം ഇത് മാത്രമല്ല സ്റ്റേറ്റിന് അധികാരമില്ലല്ലോ. NH പൂർണ്ണ ഉത്തരവാദിത്തമായിട്ടെടുത്തതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഇപ്പം NH സംസ്ഥാന ഗവൺമെൻറ്റാണ്. സംസ്ഥാന PWD ബന്ധുക്ക് റിവ്യൂ മീറ്റിംഗ് വിളിച്ചാൽ അവർ വന്നേ പറ്റൂ. ഞങ്ങളുടെ സ്റ്റേറ്റിൽ ഇന്ന തരത്തിലൊക്കെയാണ് പ്രശ്നമുള്ളത്, ആ പ്രശ്നങ്ങൾ വലിയ മെമ്മോറാണ്ടമായിട്ട് സ്റ്റേറ്റിലെ മൊത്തം തയ്യാറാക്കി അവർക്ക് കൊടുക്കാൻ കരക്ഷൊക്കെ നടത്താൻ അതിനുള്ള അധികാരമൊക്കെ ഉണ്ട്. പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ അധികാരം നമുക്കുണ്ടായിരുന്നത് 2021 അവരങ്ങ് എടുത്തു. ഇത് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. വെളിപ്പെടുന്നില്ലെന്ന് മാത്രമേ ഇത് ഹിസ്റ്റോറിക്കലായിട്ട് പറയാൻ ഇപ്പോഴത്തെ PWD മന്ത്രിക്ക് വരികയില്ല. അദ്ദേഹം ഇത് പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഞങ്ങൾക്ക് അധികാരമില്ല, കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നു ജീവസുധാരൻ അത് വേണ്ട പോലെ ചെയ്തു. ഇപ്പോൾ നമുക്ക് അധികാരമില്ല. അന്ന് 87 റിവ്യൂ മീറ്റിംഗ് നടത്താൻ മാത്രം നമ്മളാണ് എല്ലാം ചെയ്യുക, പണം മാത്രം അവർ തരും. ഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നം വന്നപ്പോൾ 75,000 കോടിയാണ് കാസർഗോഡ് ടു കളിയിക്കാവുള്ള ദേശീയപാത 600 മീറ്ററിന്. അതിലേതാണ്ട് 25,000 കോടിയിലേറെ ഭൂമിക്ക് വില കൊടുക്കാനാണ്. ഇവിടെ എനിക്കൊക്കെ പൈസ കിട്ടി, താമസിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആ 75,000 കോടിയുടെ 25% നമ്മൾ കൊടുക്കണം. ആദ്യമായിട്ട് പറയുകയാണ് ദേശീയപാത പണിയാൻ നമ്മൾ പൈസ കൊടുക്കണം. ആദ്യം 50% ചോദിച്ച് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വർഷം തട്ടിയിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ നെഗോഷിയേറ്റ് ചെയ്ത് അവിടെ പോയി 25% 6,000 കോടി നമ്മൾ അടച്ചു. ഞങ്ങൾ PWD അടച്ചു. കേരളത്തിൽ 6,000 കോടി PWD അടച്ചു. ഞങ്ങളടച്ചു. ഞാനടച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി. അങ്ങനെയൊക്കെ നമ്മളിത് വരുന്നതിന് വേണ്ടി നമ്മളെല്ലാം വിട്ടുവീഴ്ചയും ചെയ്തു. ഇല്ല ഇത് വരുത്തില്ലല്ലോ, അത് സാരമില്ല, 6,000 കോടി പൊക്കോട്ടെ. അങ്ങനെയൊക്കെ പീഡിപ്പിച്ചു ഇവരെ, മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് വില കൊടുത്തും ദേശീയപാത കൊണ്ടുവരണം എന്നിട്ട് അങ്ങനെ വന്നു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പണിയെല്ലാം പൂർത്തിയാകുമ്പോൾ കുറേ പ്രശ്നം മാറുമായിരിക്കും. പിന്നെ ഇവരെ ഈ മേൽപ്പാലമൊക്കെ പണിയുന്ന പ്രോപ്പറായിട്ട് എല്ലായിടത്തും വേണ്ടത്. ഉദാഹരണം ഇവിടെ ആലപ്പുഴയിൽ ബൈപ്പാസ് നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ് അത് നമ്മൾ നിർമ്മിച്ചതാണ്, PWD നിർമ്മിച്ചതാണ്. ബൈപ്പാസ് ആരും 50 വർഷമായിട്ട് നിർമ്മിച്ചില്ലല്ലോ. നമ്മൾ 5 വർഷം കൊണ്ട് നിർമ്മിച്ച് കൈ കൊടുത്തല്ലോ. ആ ബൈപ്പാസ് ഇറങ്ങി കളർകോട്ട് വരുമ്പോൾ കളർകോട് മുതൽ തോട്ടപ്പള്ളി വരെ മേൽപ്പാലമാണ് വേണ്ടിയിരുന്നത്. തുറവൂർ മുതൽ അരൂർ വരെ ഉണ്ടല്ലോ. തുറവൂർ മുതൽ അരൂർ വരെ മേൽപ്പാലം ഉണ്ടല്ലോ. അതിനേക്കാൾ ഒട്ടും പ്രാധാന്യം കുറഞ്ഞതല്ല കളർകോട്ടു തോട്ടപ്പള്ളി. ഈ മേൽപ്പാലം ആയിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ചെയ്തില്ല അവർ, മേൽപ്പാലം ഇല്ല. അവിടെ ഇവിടെ എങ്ങാണ്ട് ദേശം സ്ഥലത്തേ ഉള്ളൂ. അവിടെ ചേപ്പാടുണ്ട് മേൽപ്പാലം. ചേപ്പാട് കുറേ സ്ഥലത്ത് മേൽപ്പാലമുണ്ട്. ഇങ്ങനെയൊക്കെ കായംകുളത്ത് ടോട്ടൽ മേൽപ്പാലം ഇല്ല. അപ്പോൾ അതിനൊക്കെ ഒത്തിരി അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച് ഇനിയും വേണേൽ കരക്ഷണം വരുത്തണം. ഞങ്ങൾ പണിഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മേൽപ്പാലം നീട്ടിയാൽ പോലെ. അതെന്താ കുഴപ്പം? അതിശക്തമായി ഇവിടുത്തെ പ്രതിപക്ഷം അനങ്ങുന്നില്ലല്ലോ.
അനങ്ങുന്നില്ല ഇവിടുത്തെ പ്രതിപക്ഷം. അനങ്ങുന്നുണ്ടോ? ഇല്ല. ഇതൊന്നും അവരുടെ കാര്യമല്ല. അവരടുത്ത് അവിടെ അധികാരം വരുമെന്ന് പറഞ്ഞ് ഇരിക്കുക. എങ്ങനെ അധികാരം വരുമെന്ന് പറഞ്ഞു? അവരും അനങ്ങത്തില്ല. ഒരു ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമല്ല, പാർലമെൻറ്റ് ഉന്നയിക്കണ്ടേ? ഈ രാഹുൽ ഗാന്ധിക്ക് എന്താ ജോലി? അയാൾക്ക് ഉന്നയിച്ചൂടെ? കേരളത്തിൽ നിന്നല്ലേ ജയിച്ചു പോയേക്കുന്നത്. അയാളൊരു സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ടോ പാർലമെൻറ്റിൽ ദേശീയപാതയെ പറ്റി? ഇല്ലല്ലോ. ഈ ഈ ഈ ഈ എന്താന്നാ അയാളുടെ സഹോദരി ഉണ്ടല്ലോ, MP, പ്രിയങ്ക ഗാന്ധി. ഇവർ ഉന്നയിച്ചിട്ടുണ്ടോ? ഇവർ രണ്ടുപേരും ഉന്നയിച്ചിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധി ഇപ്പോൾ വടക്കേ ഇന്ത്യന്നാണ് ജയിച്ചത്, കഴിഞ്ഞ തവണ ഇവിടുന്ന്. ഇവരിവിടുന്ന് ജയിച്ചു. ഇവരാരും ഇതൊന്നും ഉന്നയിക്കുന്നില്ലല്ലോ. അതിനുവേണ്ടി ഒന്നും തല അറിയുന്നില്ലല്ലോ. പറ. നമ്മുടെ ഉണ്ണിത്താനോ അതുപോലെ ചില ആൾക്കാർ സംസാരിക്കുന്നു എന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇടതുപക്ഷം സംസാരിക്കുന്നത് അതല്ല. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്ന് കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ മേൽപ്പാലം വേണം, നിങ്ങൾ പണി തുടങ്ങിയിട്ടുണ്ടെന്നൊരു ഒരു കുഴപ്പമില്ല, ഇനി നമുക്ക് ചെയ്യാം. ഈ ലേറ്റസ്റ്റ് മൊമെൻറ്റിലും അത് ചെയ്യാമെന്ന് ഞാൻ പറയുകയാണ്. അതിനുള്ള ഇച്ഛാശക്തി വേണം, അല്ലാതെ നടക്കത്തില്ല. ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രസ്താവന ഇറക്കി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. അതിനൊക്കെ ഒരു പ്രത്യേക ബ്രാൻഡായിരിക്കണം ജനപ്രതിനിധികൾ. ചുമ്മാ ഇതൊന്നും നടക്കത്തില്ല. സാറ് സാറിൻ്റെ പേഴ്സണൽ ലൈഫിൽ സാർ സൗഹൃദങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? ഇപ്പോഴും വളരെ പ്രാധാന്യമുള്ള മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? ഓ, ഞാൻ പിന്നെ അങ്ങനെ എല്ലാ ദിവസവും വിളിക്കാറൊന്നുമില്ല, അങ്ങനെയില്ല. പക്ഷേ എനിക്ക് ലക്ഷക്കണക്കിന് സുഹൃത്തുക്കളുണ്ട്. ആർക്കും എണ്ണി തിട്ടപ്പെടുത്താൻ പോലും പറ്റില്ല. മറ്റു പാർട്ടികളിൽ ആത്മബന്ധങ്ങളുണ്ടോ? ഉണ്ടല്ലോ. എല്ലാ പാർട്ടികളിലും നമുക്ക് സുഹൃത്തുക്കളുണ്ട്. രണ്ടുപേരുടെ രാഷ്ട്രീയേതരമാണ്, രാഷ്ട്രീയ കാര്യങ്ങളൊന്നും വിട്ടുവീഴ്ചയില്ല. അല്ല, ഒരുപാട് പേരുണ്ട്. പരമേശ്വരൻ ചെന്നിത്തല രാവിലെ എന്നെ വിളിച്ചു. പുള്ളി ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടക്കുമായിരുന്നു. ഉദ്ഘാടനത്തിന് 6 മണിക്ക് എന്നെ വിളിച്ചായിരുന്നു ഇന്നലെ. എനിക്ക് 6 മണിക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ നന്നായിരുന്നു. അതിനെ അനുകൂലിച്ചുകൊണ്ട് പിണറായി വിജയനും ഒരു ഇതൊക്കെ തന്നെ ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട്. GS എവിടെയെങ്കിലും ഫേസ്ബുക്കിൽ ഒരു വലിയ ഞാൻ പറഞ്ഞ ഞാൻ ടീച്ചേഴ്സ് അയച്ചു, ഞാൻ ഇടാമെന്ന് പറഞ്ഞു. KC വേണം. ഞങ്ങൾ ഇന്നലെ എനിക്ക് തത്വമസി അഴീക്കോട് അവാർഡ് വേണുഗോപാൽ, അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നാണ് പ്രസംഗിച്ചത്. അമ്പലപ്പുഴ വെച്ച്. ചില പത്രങ്ങളെ കൊടുത്തുള്ളൂ, അതും ചില പത്രങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. ഉദാഹരണം PJ ജോസഫിന് അവാർഡ്. PJ ജോസഫിന് ആയപ്പോഴെന്തായാലും PJ ജോസഫിന് അവാർഡ് കൊടുത്തു, PT ചാക്കോ അവാർഡ് എല്ലാ പത്രങ്ങളിലും. ഇത് ചില പത്രം കൊടുത്തു. ഉദാഹരണം മാതൃഭൂമിയും കേരളകൗമുദിയും കൊടുത്തു. ഞങ്ങൾ ദേശാഭിമാനി കൊടുത്തില്ലല്ലോ. ദേശാഭിമാനി കൊടുത്തില്ല. അപ്പോൾ PT ചാക്കോയേക്കാൾ മോശക്കാരനാണോ അഴീക്കോട്? PJ ജോസഫിനേക്കാൾ മോശക്കാരനാണോ G സുധാകരൻ? അതൊന്നുമല്ല. ആലപ്പുഴ ഇന്ന് കൊടുക്കണ്ടേ? കൊടുത്തില്ലല്ലോ. കൊടുക്കുന്നു എന്ന് പറയാൻ നേരത്തെ കൊടുത്തു. ദേശാഭിമാനി കൊടുത്തിട്ടേ ഇല്ല. ഇന്ന് ഒരു വാർത്ത, പ്രധാന വാർത്തയല്ലേ, കൊടുത്തില്ല. ഇതൊക്കെ ഇവിടെ നടക്കുന്ന ഇതാണ്. ഇടതുപക്ഷ പത്രം പോലും കൊടുക്കുന്നില്ല, മനസ്സിലായോ? ഇന്നലെ ദേശാഭിമാനി കൊടുത്തപ്പോഴും എനിക്ക് തരുന്നില്ല. അതിനകത്തങ്ങാണ്ട് എല്ലാവരും ഹെഡിങ് G സുധാകരൻ, ദേശാഭിമാനി ഹെഡിങ് കൊടുത്തില്ല. അതുകൊണ്ട് പാർട്ടിക്ക് ഗുണമോ ദോഷമോ? ദോഷം. ഇതൊന്നും കൊടുക്കാതിരുന്നതുകൊണ്ട് പാർട്ടിക്ക് ദോഷം. പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന പത്രപ്രവർത്തനം ദേശാഭിമാനി നടക്കുകയാണ്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ സ്റ്റാഫ് ഒന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ ആർക്കും എന്തും ചെയ്യാവുന്നൊരു സ്ഥിതി നിലനിൽക്കുന്ന ആരും അറിയത്തില്ല, ആരും ശ്രദ്ധിക്കത്തില്ല. മുമ്പില്ലാത്തതാണ്. എല്ലാം ഒത്തുവന്നാലേ ടോട്ടൽ വളർച്ച ഉണ്ടാവും. ടോട്ടാലിറ്റി, ഒരു സമഗ്രതയില്ലേ? അതിലൊക്കെയുള്ള എന്താ പറയുന്നത്, കേടുപാടുകളാണ് ഞാനീ പറയുന്നത്. ഞാൻ ഇതേപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ കേടുപാടുകൾ പറയുന്നവനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. അല്ലാതെ എല്ലാവരും കൂടെ ഒത്തു കളിക്കുന്നതല്ല, മനസ്സിലായോ? പറയണം, നമ്മൾ സ്വയം വിമർശനം നടത്തണം, തെറ്റുകൾ പറയണം. എൻ്റെ കാര്യം മാത്രമല്ല, വേറൊരാളുടെ അനീതി കാണിച്ചാൽ ഞാൻ അതും പറയണം. സാർ ഒട്ടും ഡിപ്ലോമാറ്റിക് അല്ല, പറയേണ്ടത് പറയും. ഞാൻ വളരെ ഡിപ്ലോമാറ്റിക്കാണ്. ഡിപ്ലോമാറ്റിക്കാണ് ആണല്ലോ. ഡിപ്ലോമാറ്റിക് ആയതുകൊണ്ടാണല്ലോ ഈ ജനപിന്തുണ കിട്ടുന്നതും മറ്റു പാർട്ടിക്കാർ സ്നേഹിക്കുന്നതും. ഡിപ്ലോമാറ്റ് അല്ലാത്ത ഒരാളെ അവർ സ്നേഹിക്കത്തില്ലല്ലോ. തുറന്നു പറയുന്നതാണ് ഏറ്റവും നല്ല ഡിപ്ലോമസി. അതാണ് ജനങ്ങൾക്ക് ഇഷ്ടമെന്ന്. ഇവിടെ ജനം അറിയേണ്ട കാര്യം അവരോട് പറയാതിരിക്കുന്ന കള്ളന്മാരെ പറ്റിയാണ് അവർക്ക് ഇഷ്ടം. അല്ലല്ലോ. അവർ അറിയേണ്ട കാര്യം രഹസ്യമായിട്ട് വെക്കുന്നവരെ അവർക്ക് ഇഷ്ടമല്ല. അവർ അറിയേണ്ട കാര്യം നമ്മൾ അവരോട് പറയണം. പറയാൻ കഴിയുന്ന എല്ലാം പറയണം. പറയാൻ പാടില്ലാത്തൊന്നും പറയാനും പാടില്ല. ഈ വേർതിരിവ് മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു കർക്കശ സ്വഭാവം സാറിന് ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഗൗരവമുള്ളവരാ രാഷ്ട്രീയക്കാർ പിന്നെ സിനിമയിലെ ഹാസ്യ നടന്മാരല്ല. നയനാർ സഖാവൊക്കെ അതിനകത്തുനിന്ന് വ്യത്യസ്തമല്ലായിരുന്നു. എന്ത് വ്യത്യാസം? അയാളുടെ പേഴ്സണൽ ലൈഫിൽ അയാളെപ്പോഴും തമാശ പറയുന്ന ആളാണ്. അയാൾ പൊതുയോഗത്തിലല്ലേ പറയുന്നത്. അവിടെ എന്താ എല്ലാവരും ഈ കേതാനാരായുള്ള സ്ഥിതി എന്തായിരിക്കും? അല്ല, അങ്ങനെ അങ്ങനെ ആയാലുള്ള സ്ഥിതി എന്തായിരിക്കും?
അപ്പോൾ അതൊന്നും താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നായനാർ കേരളത്തിൽ 3 തവണ മുഖ്യമന്ത്രിയായില്ലേ? നായനാർ പ്രസംഗിച്ചാൽ ആയിരക്കണക്കിന് ആൾ വരില്ലേ? പക്ഷേ അദ്ദേഹം ഭരിച്ചു കഴിഞ്ഞ് എന്നെങ്കിലും ഞങ്ങൾ അധികാരത്തിൽ വന്നു? നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ലല്ലോ അത്. നായനാർ 3 തവണ മുഖ്യമന്ത്രിയായി, 80-ൽ, 87-ൽ, 96. ഞാൻ 96-ൽ MLA ആണ്. 3 തവണ അദ്ദേഹം മുഖ്യമന്ത്രി, ഒരു തവണ 5 വർഷം ഭരിച്ചു, ബാക്കിയെല്ലാം കുറേശ്ശെ കാലം, കുറേ വർഷം. അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞ് എന്തെങ്കിലും പാർട്ടി അധികാരത്തിൽ വന്നോ? എന്താ അദ്ദേഹത്തിൻ്റെ ഈ ചിരിയും ഈ തമാശയും കൊണ്ട് അധികാരത്തിൽ വന്നില്ലല്ലോ. അതെന്താ? അതിനെപ്പറ്റി എന്താ പറയാൻ? പാർട്ടി അധികാരത്തിൽ വന്നില്ല എന്ന് ഉദ്ദേശിച്ചത് പാർട്ടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നില്ല. ഒരു ഇടതുപക്ഷ മുന്നണി വന്നില്ലെന്ന് പാർട്ടി എന്ന് പറഞ്ഞാൽ അതല്ലേ? അതെന്താണെന്നാണ് ചോദിച്ചത്. ഇന്ന് തമാശയൊക്കെ പറഞ്ഞ് ആളെ കൂട്ടിയാണല്ലേ? ആളെന്താ വോട്ട് ചെയ്യാഞ്ഞ്? അതെന്തുകൊണ്ട് രാഷ്ട്രീയമായിട്ട് മാറിയില്ല? അത് നിങ്ങൾ ചിന്തിക്കേണ്ട, ഗവേഷണം ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? അല്ലേ? അപ്പോൾ അവരാ ചിരി കേൾക്കാൻ വന്നു, പുള്ളി തമാശ പറഞ്ഞു, പുള്ളി പോയി. വോട്ട് വേറെ, ചിരി വേറെ. അപ്പോൾ അതൊന്നും അനുകരിക്കാം, നായനാരെ അനുകരിക്കാൻ നമ്മൾ പോകണ്ട. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, എന്നെ വലിയ ഇഷ്ടമായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു. അതൊന്നും പോട്ടെ, താരതമ്യപ്പെടുത്തണ്ട. നിങ്ങൾ ഈ ഭാഗം നോക്കിയില്ലല്ലോ, ഒറ്റ പത്രക്കാരും നോക്കിയില്ലല്ലോ. 80-ൽ അധികാരത്തിൽ വന്നു, 82-ൽ വന്നില്ല, ആ 21 മാസം താഴെ പോയി. മാണി ആൻ്റണി മാറിയപ്പോൾ ഗവൺമെൻറ് താഴെ പോയില്ലേ? മാണി ആൻ്റണി മാറിയാലും നമ്മൾ അധികാരത്തിൽ വരണം. EMS ഒറ്റയ്ക്കല്ലേ 57 വന്ന്? ഒരു കക്ഷിയും കൂട്ടില്ലായിരുന്നല്ലോ. ഇല്ല. പിന്നെന്താ വന്നത്? 96 അല്ല, പിന്നെ വന്ന് 87, 91. 4 വർഷം ഭരിച്ച് 4 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങ് രാജിവെച്ച് പോയി. ജില്ലാ കൗൺസിൽ 14-13 സീറ്റിൽ ഞാനിവിടെ ജില്ലാ കൗൺസിൽ പ്രസിഡൻ്റായിരുന്നു. ഭയങ്കര ഭൂരിപക്ഷം കിട്ടിയപ്പോൾ വിചാരിച്ച ജനങ്ങളെല്ലാം നമ്മുടെ കൂടെയായി. അതിനാണ് ഗവൺമെൻറ് രാജിവെച്ചു. പിന്നെ വന്നില്ല. 92-ലെ ഇലക്ഷന് വന്നില്ല. 96 2001-ൽ 5 വർഷം ഭരിച്ചു. 2001 വന്നതേ ഇല്ലല്ലോ. പറ. അതേസമയം ഗൗരവ സ്വഭാവക്കാരെന്ന് പറയുന്നത് VS 96 2011 വരെ ഭരിച്ചില്ലേ? അധികാരം കിട്ടിയില്ലെങ്കിൽ 3 സീറ്റിൻ്റെ കുറവേ ഉള്ളായിരുന്നു. അത് കുറച്ച് തിരുമറിയൊക്കെ നടന്നല്ലോ ചില സീറ്റുകൾ, കണ്ടില്ലേ? പിണറായി വിജയൻ സീരിയസ് അല്ലേ? 2016 2021 കഴിഞ്ഞ് വീണ്ടും 100 സീറ്റോടുകൂടി വന്നല്ലോ, പൊട്ടിച്ചിരിക്കുകയും. അപ്പോൾ ഇതൊന്നും താരതമ്യപ്പെടുത്തേണ്ട കാര്യമല്ല. രാഷ്ട്രീയക്കാരൻ സീരിയസ് ആയിരിക്കണം. സീരിയസ് അല്ലാതെ കളിതമാശ പറയുന്ന ആളാവരുത്. കാരണം രാജ്യത്തിൻ്റെ കാര്യമേ കൈകാര്യം ചെയ്യുന്നത്, കുട്ടിക്കളിയല്ല, അഭിനയമല്ലത്. ആ സീരിയസ്നെസ് ഉണ്ടാവും. നിങ്ങൾ ചിരിക്കേണ്ടവരോട് ചിരിക്കണം, വേണ്ടെന്നല്ല. എല്ലാവരെയും കാണുമ്പം ചിരിക്കുകയും തോളിക്കൈയിടുകയും ചെയ്യുന്ന ഒരു വലതുപക്ഷ തന്ത്രമാണ്. ആത്മാർത്ഥമില്ലാത്തതാണ്. ഒരു ചോദ്യം കൂടെ, വാക്കും പ്രവൃത്തിയും നമ്മൾ പൊരുത്തമുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരു ചോദ്യം കൂടെ. ഇപ്പം നമ്മുടെ ഇന്ത്യ നേരിടുന്നൊരു വലിയ പ്രശ്നമാണ് വർഗീയത, ഫാസിസം. അതൊക്കെ അത് കേരളത്തിൻ്റെ ഹാർമോണിയം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് എത്രത്തോളം സർവൈവ് ചെയ്ത് പോകാൻ പറ്റും? ഈ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അത് ഇല്ല എന്ന് നമ്മൾ പറയുമെങ്കിൽ, കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അത് നമ്മളെ ബാധിക്കുന്നില്ല, നമ്മളൊരു ഹാർമോണിയിൽ പോകുന്നുണ്ട് എന്ന് പറയുമെങ്കിലും എത്രത്തോളം നമുക്കിത് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും? കേരളത്തിൽ വർഗീയ കലാപങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഇല്ലാത്ത ഇന്ത്യയിലെ ആ കാര്യത്തിൽ ഒരു ഒന്നാം നിലയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷെ അതുകൊണ്ട് വർഗീയതയില്ലാന്ന് പറയാൻ പറ്റില്ല. നല്ല നിലയിലുണ്ട്. ജാതി വികാരമൊക്കെ നല്ലത്. പക്ഷെ അത് സെക്കുലർ പൊളിറ്റിക്സിൻ്റെ ഫാബ്രിക് പൊട്ടി വെളിയിൽ വരത്തക്ക തരത്തിൽ ശക്തമല്ല. അകത്തുണ്ട്, അത് ശക്തിപ്പെട്ട് വരികയാണ്. വോട്ടർമാരുടെ ഇടയിലും ആ ചേരിതിരിവ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെതിരെ പ്രവർത്തിക്കേണ്ട പാർട്ടിയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റൂ. അങ്ങനെയാണല്ലോ പാർട്ടി ഇത്രയും വളർന്നത്. അതെവിടെ കുറവുണ്ടെന്നൊക്കെ പരിഹരിച്ച് ആ നിലയിൽ നല്ല ശക്തമായിട്ട് പോകണം. അത്രയേ ഉള്ളൂ. ജാതി വർഗീയ ശക്തികളുടെ മുമ്പിൽ മുട്ടുമടക്കരുത്. എന്നാൽ വസ്തുത നമ്മൾ മനസ്സിലാക്കി, എന്തുകൊണ്ട് ജാതി ഉണ്ടാകുന്നു, എന്തുകൊണ്ട് വർഗീയത ഉണ്ടാകുന്നു, അത് മനസ്സിലാക്കി അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. വളരെ നന്ദി. അത് ശരി. നിങ്ങൾക്ക് എല്ലാം കൊടുക്കാൻ പറ്റുമോ? എല്ലാം കൊടുക്കാം, എല്ലാം പൂർണ്ണമായിട്ട് കൊടുക്കാം. സാർ സിനിമകളൊക്കെ കാണാറുണ്ടോ? പിന്നെ തിയേറ്ററിൽ പോകുമോ? തിയേറ്ററിൽ ഇപ്പോൾ പോകാറില്ല. ഇപ്പം ഇവിടെ കാണാമല്ലോ, ടെലിവിഷനിലെല്ലാം കാണാം. പണ്ട് പോയിരുന്നു. എന്തെങ്കിലും പ്രത്യേക ജോണർ അങ്ങനെ ഒന്നും? കോമഡി എല്ലാം ജോണർ എന്ന് പറഞ്ഞാൽ ഐ മീൻസ് ഇന്ന സ്വഭാവമുള്ള? ഇല്ല, ഞാൻ എല്ലാ സിനിമയും കാണും.
ചില സിനിമാ താരങ്ങളുള്ളത് ഞാൻ അപ്പോഴേ ഞാൻ വിടും. അവരുടെ എനിക്ക് താല്പര്യമില്ല. വ്യക്തിജീവിതത്തെ സിനിമയുമായിട്ട് സാർ കണക്ട് ചെയ്യുമോ? വ്യക്തിജീവിതവും അവരുടെ രീതികളൊന്നും അത്ര ഒരു കലാകാരന് യോജിക്കാത്തതും അഭിനയവും മികവുമില്ല. പിന്നെ പബ്ലിസിറ്റി കൊണ്ട് നിൽക്കുന്ന ചിലരുണ്ട്, അപ്പോൾ അതിനൊന്നും പറയും അത് ഞാൻ കാണത്തില്ല. അല്ലെങ്കിൽ ആ ഭാഗം കാണത്തില്ല, ഞാൻ പൊതുവേ കാണും. ഞാൻ കുട്ടിക്കാലം പോലെ കാണുമായിരുന്നു. അവിടെ എൻ്റെ കുടുംബം മാവേലിക്കര താമരക്കുളത്താണ്. അപ്പോൾ താമരക്കുളം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയുടെ തെക്കേ അറ്റമാണ്. പിന്നെ കൊല്ലത്തെ സൂര്യനാടാണ്, അത് താമരക്കുളം. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അന്ന് നടന്നാൽ പോകേണ്ടത് ഒരു 15-12 കിലോമീറ്റർ നൂറിനാട് പോകണം. നൂറിനാട് പോയി അവിടെ ഓലക്കോട്ട എഴുതി കാണും. അപ്പോൾ തറയെന്ന് പറഞ്ഞാൽ മണ്ണാണ്. പിന്നെ ഈ എന്താ പറയുന്നത്, ചാരാനൊന്നും ഇല്ലാത്ത ബെഞ്ച്. 1-ാം ക്ലാസ് എന്ന് പറയുന്നത് ചാരാനിൽ വെച്ചേക്കാൻ തടി ബെഞ്ചാണ്. അത് വർഷങ്ങളായിട്ട് അപ്പോൾ ആ തിയേറ്ററൊക്കെ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഈ മണ്ണിലായിരിക്കുന്നത്. വലുതായിട്ട് കാണും കഥാപാത്രങ്ങളെ, അത് കാണാനായി ഇപ്പോഴും വലുതായിട്ട്. അവിടെ എല്ലാം പിന്നെ നേരത്തെ ഇപ്പോൾ മാൻറ്റിനുള്ള ദിവസമാണെങ്കിൽ അവിടെ ഇരുന്ന് കുട്ടികളെ അപ്പിയിട്ടതെല്ലാം മൂടി വെച്ചേക്കും മണ്ണ് കൊണ്ട്. എൻ്റെ മേളൊക്കെ അറിയാതെ കയറിയിരിക്കും. ഞാൻ പറയുക അന്നത്തെ സ്ഥിതിയെ. അപ്പോൾ അന്ന് മുതലേ സിനിമ കാണും. അന്നൊക്കെയുള്ള സിനിമാ താരം അന്നത്തെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നീല സുബ്രഹ്മണ്യത്തിൻ്റെ നീല സ്റ്റുഡിയോ, ഉദയ സ്റ്റുഡിയോ, മേരി ലാൻഡാണെന്ന് തോന്നുന്നു, പിന്നെ നീലയുടെ. ഇതിനൊക്കെയുള്ള ഇവരാണ് മെയിനായിട്ടൊന്ന്. പിന്നെ അന്നത്തെ നടീതനന്മാരാണ് പ്രേം നസീർ, സത്യൻ, അടൂർ ഭാസി, അടൂർ പങ്കജം, മാവേലിക്കര പൊന്നമ്മ, ആറന്മുള പൊന്നമ്മ, സിക്കുറിശി, ബാലൻ കെ നായർ, രാഘവൻ, പിന്നെ മിസ് കുമാരി എന്നൊരു വലിയ പ്രശ്നം, ഉഷാകുമാരി, പത്മിനി, രാഗിണി, ഇവർ സഹോദരിമാർ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറെ ആളുടെ പേര് ജസ്റ്റ് നാക്കി വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള അന്നത്തെ നടീനടന്മാർ, ശാരദ ഏറ്റവും ബെസ്റ്റ് നടിയായിരുന്നു. മലയാളി അല്ലെങ്കിലും തെലുങ്കുകാരിയല്ല, അങ്ങനെ വളരെ ഇതായിട്ടുള്ള മുതുകുളം, അടൂർ ഭാസി, തമാശ, പിന്നെ ബഹദൂർ, കൊട്ടാരക്കര ശ്രീധരനുണ്ടായിരുന്നു. വെളിച്ചപ്പാടായിട്ടുള്ള പുള്ളിയുടെ ആക്റ്റൊക്കെ ഇല്ലേ, പ്രേമസീറിൻ്റെ മുറപ്പെണ്ണ്, അതുപോലെയൊക്കെയുള്ള സിനിമകളില്ലേ. അല്ല, മുറപ്പെണ്ണെന്നുള്ള സിനിമയുടെ അഭിനയം, ഭാർഗവി നിലയം, ഭക്തകുചേല, പിന്നെ പലതരത്തിലുള്ള സിനിമകളാണ്. പിന്നെ ചെമ്മീൻ വന്നു, ഒരുപാട് സിനിമകൾ വന്നു. സിനിമ എനിക്ക് ഇഷ്ടമായിരുന്നു. നല്ല സിനിമയാണെങ്കിൽ വലിയ ഇഷ്ടം. പിന്നെ ഇംഗ്ലീഷ് സിനിമയും കാണും. സാർ ഇനി ലൈഫിൽ സാറിന് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ? ഒരു പ്രതീക്ഷ പങ്കുവെക്കുക. എനിക്കങ്ങനെ ആഗ്രഹങ്ങൾ എന്നുള്ളതല്ല. കഴിഞ്ഞ തവണ നിയമസഭയിൽ മത്സരിച്ചതിന് 50,000 വോട്ട് ഞാൻ ജയിച്ചു. അങ്ങനെയായിരുന്നു ആ ഗവൺമെൻറ് പ്രവർത്തനമെല്ലാം കഴിഞ്ഞു. പക്ഷേ 2 ജയം മത്സരിച്ചവർ പിണറായി ഒഴിച്ചാലും മത്സരിക്കണ്ട എന്നൊരു തീരുമാനമല്ലേ എടുത്തത്. നമ്മൾ അംഗീകരിച്ചു. ഞങ്ങളോട് ഇരുന്ന് അംഗീകരിച്ചാണ് നമ്മൾ പോകുന്നത്. ഒരു 50,000 കൊണ്ട് ജയിച്ചതിൻ്റെ ആളുകൾ ഇപ്പോഴും വന്നൊരു വലിയ പരാതിയാണ്, സാറ് മത്സരിക്കായിട്ട് ശരിയായില്ല. അത് അവരുടെ ഒരു ആവശ്യം പോലെ വലിയ എവിടെ ചെന്നാലും ആൾ പറയുകയാണ്, സാറ് മിനിസ്റ്ററായി എന്നപ്പോൾ അന്നത്തെ ഗവൺമെൻറ്റിന് തന്നെ നല്ലതല്ലായിരുന്നു, പാർട്ടിക്ക് തന്നെ നല്ലതല്ലായിരുന്നു, ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പരാതിപ്പെടുന്നുണ്ട്. മാസ് പീപ്പിൾ ഓഫ് ഓൾ വെറൈറ്റീസ് അത് പറയുന്നുണ്ടേ. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് 2024 വരുമ്പോൾ പാർട്ടി മത്സരിക്കണമെന്നിപ്പോൾ 2 ടൈം അടുപ്പിച്ച് കഴിഞ്ഞല്ലോ. മത്സരിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ മത്സരിക്കും. പാർട്ടിക്കകത്ത് തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്കൊന്നും തിരിച്ചു വരാനുള്ള അത് മാറിയല്ലോ, ആ ഒരു ബാർ വന്ന അത് വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ടൈം കൂടെ, മാക്സിമം ഒരു ടൈം അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ. പിന്നെ ഞാൻ എഴുതുക, ഇപ്പം എഴുതുന്നുണ്ടല്ലോ. മനോരമ എന്നോട് എന്താ ഉദ്യോഗസ്ഥ ദുഷ്പ്രവർത്തനത്തെപ്പറ്റി സാറിന് അനുഭവം എഴുതാൻ പറഞ്ഞു. ഞാനൊരു കുറിപ്പ് എഴുതി അയച്ചു. അടുത്ത ദിവസം നോക്കിയപ്പോൾ എന്താ എഡിറ്റോറിയൽ പേജിൽ വലിയ ആർട്ടിക്കിളായിട്ട് വന്നിരിക്കുക. അപ്പോൾ ചീഫ് എഡിറ്റർ ഫിലിപ്പ് മാത്യു സാറിനെ വിളിച്ചു, അതിഗംഭീരമായ ആർട്ടിക്കിൾ. പുള്ളി അത് കത്തായിട്ട് ഇങ്ങോട്ട് അയച്ചു ഇന്നലെ ഇവിടെ വന്നു. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. പിന്നെ കേരളകൗമുദി ഇവരൊക്കെ തന്നെ ആർട്ടിക്കിൾസ് എഴുതാൻ ഞാൻ മടിക്കും, കാരണം എൻ്റെ അക്ഷരം എനിക്ക് വായിക്കാനൊക്കില്ല. പിന്നെ വൈഫിനെ കൊണ്ടൊക്കെ പകർത്തി എഴുതിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടെ കമ്പ്യൂട്ടർ ഒന്നും ഇവിടെ ഇല്ല, നത്തിങ്. ടെക്നോളജിയായിട്ടുള്ള ബന്ധം, ടെക്നോളജിയായിട്ട് എനിക്ക് അല്ല
ടെക്നോളജി ആയിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ എനിക്ക് ടെക്നോളജി ഇവിടെ ഇല്ല. പക്ഷേ ഞാൻ മിനിസ്റ്ററായിരിക്കുമ്പോഴല്ലേ പിന്നെ രജിസ്ട്രേഷൻ വകുപ്പിലെ മുഴുവൻ ഇടപാടും ഓൺലൈനിലാക്കിയത്. പൈസ ആയിട്ട് ചെല്ലണ്ട. സ്റ്റാമ്പ് വിൽപ്പന പോലും ഓൺലൈനിലാക്കി. അല്ല അന്നല്ലേ ജനുവൻ മെഷീൻ കൊണ്ടുവന്നിട്ട് ഹൈവേ പണിഞ്ഞ അന്നല്ലേ. അന്ന് ഹൈവേ ഒന്ന് പണിഞ്ഞു താറി. ഇന്നത്തെ ഹൈവേ അല്ല. ജനുവൻ മെഷീൻ കൊണ്ടുവന്ന് പലയിടത്തും ചെയ്തതുപോലെ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച ഞാനല്ലേ. പിന്നെ ഫൈറ്റ് ടോപ്പിക് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി ഇന്ത്യയിലെ മൈസൂർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതല്ലേ 12 കിലോമീറ്റർ ടൗണിൽ ചെയ്തേക്കുന്നത്. ഇവിടെ ഈ ST കോളേജിൻ്റെ പുറകിൽ കൂടി കൈതവന വഴി കളറോടൊക്കെ ഉള്ളതടക്കം ജനറൽ ഹോസ്പിറ്റലിൽ നേരെ കടപ്പുറം വഴി 30 വർഷമാണ് എൻ്റെ കാലാവധി. കേടാവത്തില്ല. ഇപ്പോൾ 7 വർഷമായി. ഒരു സ്ക്രാച്ച് പോലുമില്ല. ഏറ്റവും പുതിയ ടെക്നോളജി. 1 കിലോമീറ്റർ പോലും ഞാൻ പണിഞ്ഞല്ലോ. 500 പാലങ്ങൾ ഡിസൈൻ ചെയ്തില്ലേ. അതിൽ ആറാട്ടുപുഴ തെക്ക് പണിഞ്ഞ പാലം കാണാൻ 100 കണക്കിന് ആൾ ഇപ്പോഴും ഓപ്പൺ ചെയ്തിട്ട് 4 വർഷമായി. ഇവിടെ ഒരു പാലം പണിഞ്ഞു, പടകാലത്തൊരു പാലം പണിഞ്ഞിട്ടുണ്ട്. ആളുകൾ വരികയാണ് കാണാൻ. അവിടെ തന്നെ 4 കീറ പാലം പണിഞ്ഞിട്ടുണ്ട്. അതും കാണാൻ ആൾ വരികയാണ്. ഇവിടെ 3 പാലമാക്കി. ഓപ്പണിംഗ് ആയില്ല. ആൾ വരികയാണ്. ഇതൊക്കെ ടെക്നോളജി അല്ലേ. അതുപോലെ തന്നെ പെരുമ്പളം പാലം 100 കോടിയുടെ പൂർത്തിയാവാൻ പോവുക. പുതിയ ടെക്നോളജിയാണ് എല്ലായിടത്തും. ടെക്നോളജിയോട് താല്പര്യമുണ്ടത് പ്രായോഗികമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ടെക്നോളജി ഉപയോഗിച്ച ഒരു കാലവും ഇവിടെ ഞാൻ PWD ഇരുന്ന കാലത്തെ പോലെ ഉണ്ടായിട്ടില്ല. പിന്നെ രജിസ്ട്രേഷൻ വകുപ്പിൽ ഈ പറഞ്ഞ മാറ്റങ്ങളിൽ ആരും പൈസ കൊണ്ട് അവിടെ ചെല്ലണ്ട. അപ്പോൾ കൈക്കൂലിയും കുറഞ്ഞു, പൈസയും കുറഞ്ഞു. അല്ലെ പൈസ കൊടുക്കണം. എല്ലാവരും പൈസ കൊണ്ട് ചെല്ലുകയാണ്. പൈസ കൊടുത്തില്ലേ ഇല്ല. ജസ്റ്റ് ഓൺലൈൻ സ്റ്റാമ്പ് വിൽപ്പന ഓൺലൈൻ. അതുപോലെ 100 പിന്നെ അല്ല 1 ലക്ഷത്തിന് താഴെയുള്ളത് ഓൺലൈനാക്കി. പിന്നാണ് അതിന് മുകളിലുള്ള എല്ലാം ഓൺലൈനാക്കി. രജിസ്ട്രേഷൻ വകുപ്പിലെ സൈഡ് രജിസ്ട്രേഷൻ ഓൺലൈനാക്കി. എനിവെയർ രജിസ്ട്രേഷൻ എവിടെയും രജിസ്റ്റർ ചെയ്യാം. എല്ലാം ഓൺലൈൻ വഴിയാണ്. അങ്ങനെ പല പല കാര്യങ്ങളും. അതൊക്കെ വളരെ പ്രോത്സാഹനമാണ്. ടെക്നോളജിയുടെ സഹായമില്ല ഭരിക്കാനൊക്കത്തില്ല. സാർ താങ്ക് യു സോ മച്ച്. ഓ താങ്ക് യു.